പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം അതൊരു വാർത്തയല്ല. ഇപ്പം മലേഷ്യൻ സന്ദർശനം വീണ്ടും വിവാദമാകുന്നു. മലേഷ്യൻ സന്ദർശനം വിവാദമാകാനുള്ള കാരണം ഇപ്പോൾ CRPF രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളെ കുറിച്ച് പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നു. അനുമതി കൂടാതെ നിന്ന നിപ്പിൽ രാഹുൽ ഗാന്ധി വിദേശയാത്ര പോകുന്നുവെന്നാണ് CRPFിൻ്റെ നിലപാട്. CRPFിൻ്റെ VIP സെക്യൂരിറ്റി ഹെഡ് സുനിൽ ജൂൺ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും കത്ത് കൊടുത്തു. അതിനകത്ത് മലേഷ്യയിൽ സെപ്റ്റംബർ 4 മുതൽ 8 വരെ മലേഷ്യയിൽ രാഹുൽ ഗാന്ധി പോയതിനെക്കുറിച്ചാണ് ഒരാക്ഷേപം. സെപ്റ്റംബർ 4-ാം തീയതി ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ആളില്ലാ യാത്ര നടന്നായിരുന്നല്ലോ. ഒരു യാത്ര കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് കൊലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി. കൊലാലംപൂർ എയർപോർട്ടിൽ രാത്രി രാഹുൽ ഗാന്ധി വന്നിറങ്ങുമ്പോൾ 2 സ്ത്രീകൾ ഒരു പുരുഷനും ആണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. ആരാണ് ഈ 2 സ്ത്രീകൾ? രാഹുൽ ഗാന്ധിക്ക് അവിടെ ബന്ധുക്കളുള്ളതായിട്ട് നമുക്കറിയത്തില്ല. കൂടെ വന്ന പുരുഷൻ ആരാണ്? അവരുടെ കൂടെയാണ് രാഹുൽ ഗാന്ധി പോയത്. രാഹുൽ ഗാന്ധി എങ്ങോട്ടാണ് പോയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ ഗാന്ധി പോയത് ലങ്കാവി ഐലൻഡ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ്. ജൂവൽ ഓഫ് ദ കേത് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ജൂവൽ ഓഫ് കേത് എന്നറിയപ്പെടുന്ന ഏറ്റവും എക്സ്പെൻസീവായിട്ട് ലോകത്തിലെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് ഈ ലങ്കാവി ഐലൻഡ്. യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലം. ചുണ്ണാമ്പ് പാറകൾ, കാട്, മനോഹരമായ ബീച്ചുകൾ, ലക്ഷറി റിസോർട്ടുകൾ, പിന്നെ വളരെ ഡ്യൂട്ടി ഫ്രീ ആണ് മൊത്തം. ഇഷ്ടംപോലെ മദ്യവും ചോക്ലേറ്റുകളൊക്കെ വളരെ വില കുറഞ്ഞ കിട്ടും. ഇതൊക്കെയാണ് ലങ്കാവി ഐലൻഡിൻ്റെ പ്രത്യേകത. ലങ്കാവി ഐലൻഡിലാണ് രാഹുൽ ഗാന്ധി ഈ 4 ദിവസം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ താമസിച്ചത്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് രാഹുൽ ഗാന്ധി ഈ തട്ടമിട്ട കുറച്ച് സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഒരു പടം. പിന്നെ ഒരു ചിത്രം എന്ന് പറയുന്നത് അത് അതീവ ഗൗരവമുള്ളൊരു ചിത്രമാണ്. ആരോ കാറിനകത്തിരുന്ന് എടുത്ത ചിത്രമാണ്. കാറിനകത്തിരുന്ന് നോക്കുമ്പോൾ കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്ത് കാണാം ഒരു സ്കൂട്ടർ ഓടിച്ച് രാഹുൽ ഗാന്ധി പോകുന്നത്. ഹെൽമറ്റ് പോലുമില്ല, ഒരു തൊപ്പി വെച്ചിട്ടുണ്ടെന്നോ. അപ്പോൾ കാറിലിരിക്കുന്ന മറ്റേ ആളാണ് ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് കാറിലെ മറ്റേ സീറ്റിലിരിക്കുന്ന ആളുടെ പകുതി ഭാഗം, നെഞ്ചിൻ്റെ ഭാഗം കാണാം. അതിലൂടെയാണ് വിൻഡോയ്ക്ക് പുറത്തുള്ള രാഹുൽ ഗാന്ധിയുടെ സ്കൂട്ടറിൽ പോകുന്ന ചിത്രം കാണുന്നത്. അപ്പോൾ അതിനെന്താ, രാഹുൽ ഗാന്ധിക്ക് പൊയ്ക്കൂടെ? അയാളൊരു മനുഷ്യനല്ലേ, അയാളുടെ കാശിനല്ലേ പോകുന്നത്, അയാളുടെ കാശിനാണോ ഇല്ലെന്ന് പിന്നെ നമുക്ക് വരാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ അതീവ സുരക്ഷയുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ASL അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൺ എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനമാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വിദേശയാത്രകൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും യെല്ലോ ബുക്ക് അനുസരിച്ചാണ്. VVIPകളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളിൽ യെല്ലോ ബുക്കുണ്ട്. യെല്ലോ ബുക്ക് പ്രകാരം ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ 15 ദിവസം മുമ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം അതുമായി ഏത് രാജ്യത്താണോ പോകുന്നത് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. രാഹുൽ ഗാന്ധി പോകുന്നതിന് മുമ്പ് ഒരു അഡ്വാൻസ് ടീം അവിടെ ചെല്ലും. അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പോകേണ്ടത്. അങ്ങനെ ചെയ്യേണ്ട രാഹുൽ ഗാന്ധി ആരോടും മിണ്ടാതെ നിന്ന നിൽപ്പിൽ പോകുന്നു. ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. നോക്കൂ, സ്കൂട്ടർ ഓടിച്ച് രാഹുൽ ഗാന്ധി മലേഷ്യയിലൂടെ ലങ്കാവി ഐലൻഡിലൂടെ പോകുന്നു. അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പഴി ആർക്കായിരിക്കും? നരേന്ദ്രമോദിക്കായിരിക്കും. ഇന്ത്യക്കല്ല, നരേന്ദ്രമോദി ആളെ വിട്ട് കൊല്ലിച്ചു എന്ന് ഇതേ കോൺഗ്രസ്സുകാർ പറയും, ഇവിടുത്തെ പത്രങ്ങൾ പറയും, ഇവിടുത്തെ ചാനലുകൾ പറയും. വലിയ പ്രക്ഷോഭം ഉണ്ടാവും. ഇയാൾ അവിടെ സ്കൂട്ടർ ഓടിച്ച് കുട്ടികളെ നടന്നാൽ അതിന് സമാധാനം പറയേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇയാൾ ഈ പറയുന്ന മദ്യവും ചോക്ലേറ്റും സുന്ദരിമാരെയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ലങ്കാവി ഐലൻഡിൽ ലോകത്തിലെ ഏറ്റവും മുന്തിയ ഹണിമൂൺ ഡെസ്റ്റിനേഷനിൽ പോയി അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. കാരണം ഇവിടെ രാജീവ് ഗാന്ധിയും ഭാര്യയും പിള്ളേരെയും കൊണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് എടുത്ത് കടലിൽ പോയി കള്ളുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നേരെ കുമരകത്തെ റിസോർട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ കാമുകി കൂടെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ, കൊളംബിയൻ ഡ്രഗ് മാഫിയയുടെ മകളായ ജോനിത ബിൻസി കൂടെ ഉണ്ടായിരുന്നു. പലയിടത്തും വിദേശത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ ജോനിത ബിൻസി എന്നുള്ള പേര് വന്ന് രാഹുൽ ബിൻസി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മാമോദിസ പേര്. അപ്പം ജോനിതയുടെ പേരിൽ ബിൻസി എങ്ങനെയാണ് വരുന്നത്? ഭാര്യ ആണല്ലോ.
മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഇനി വേണമെങ്കിൽ ഇയാൾ മലേഷ്യ ലങ്കാവി ഐലൻഡിൽ പോയി അടിച്ചു പൊളിച്ചോട്ടെ. വല്ലപ്പോഴും ഒക്കെ ഭാര്യ ഉണ്ടെങ്കിൽ കാണുന്നതും പിള്ളേരുടെ കൂടെ കറങ്ങുന്നതും ഒക്കെ നല്ല കാര്യമാണ്, മനുഷ്യന് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നരേന്ദ്രമോദിയുടെ മെക്കിട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ച് വിക്രാന്ത് എടുത്ത് നിങ്ങൾക്ക് പോയ പാരമ്പര്യമുള്ള തന്തയുടെ മകനായതുകൊണ്ട് നിങ്ങൾ പട്ടാളത്തിൻ്റെ സുരക്ഷയിൽ കള്ളു കുടിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്തോളൂ. പക്ഷേ രാജ്യത്തെ അറിയിച്ചിട്ട് പോകണം. ഇപ്പോൾ ഒരു സ്കൂട്ടർ ഓടിച്ചു പോവുക. ഈ മലേഷ്യയുടെ കാര്യം അറിയാമോ? മലേഷ്യയിൽ ഇഷ്ടംപോലെ തമിഴന്മാരുണ്ട് അല്ലേ? അതായത് ശ്രീലങ്കയിലെ LTTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും മലേഷ്യയിലുണ്ട്. ആ LTTയിൽ സ്വാധീനമുള്ളവരുണ്ട്. LTTയെ തകർത്ത് സമാധാന സേനയെ അയച്ച് അവസാനം സമാധാന സേനയും തമിഴ് പുലികളും തമ്മിൽ യുദ്ധത്തിലായി. നമ്മൾ ആ തമിഴ് പുലികളെ കൊന്നൊടുക്കേണ്ടി വന്നു. രാജീവ് ഗാന്ധിക്ക് നേരെ അവിടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോൾ ഒരു സൈനികൻ ആക്രമണം നടത്തി. ആ പക ഇപ്പോഴും ഉണ്ട്, അവരുണ്ട് അവിടെ. പിന്നെ സക്കീർ നായിക്കിനെ പോലെ, സക്കീർ നായിക്ക് രാഹുൽ ഗാന്ധിയുടെ ഗുരുവാണല്ലോ, ചിലപ്പോൾ ഉപദേശം തേടാൻ പോയതായിരിക്കും. ഏതായാലും ലോകത്തെമ്പാടുമുള്ള അധോലോക ശക്തികൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മലേഷ്യയും ബാങ്കോക്കും സിംഗപ്പൂരും ഒക്കെ. അത് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പോകുന്നത് ശരിയാണോ? ഇപ്പോൾ വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വന്നിട്ടുണ്ട്, ജോണിത ബിൻസിയുമായിട്ടുള്ള ചിത്രം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം, ജോണിത ബിൻസി രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണ്. 2 മക്കളുണ്ട്, നോഷറ്റ് വിൻസി എന്ന് പറയുന്ന മകനും മിനാക് വിൻസി എന്ന് പറഞ്ഞൊരു മകളുമുണ്ട് എന്ന്. കൊളംബിയയിലെ മയക്കുമരുന്ന് തലവൻ്റെ മകളായ ജോണിത ബിൻസി, ജോണിതയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വിവാഹം കഴിച്ചുവെന്നും അവർക്ക് 2 മക്കളുണ്ടെന്നും നോയക് വിൻസി എന്ന മകനും മിനാക് വിൻസി എന്ന മകളും ഉണ്ടെന്നൊക്കെ വലിയ തോതിൽ ആക്ഷേപങ്ങളുണ്ട്. ബ്ലിറ്റ്സിൻ്റെ സലാബുദ്ദീൻ ചൗധരി ചിത്രങ്ങൾ സഹിതം ലേഖനം പ്രസിദ്ധീകരിച്ചത്. അത് സോഷ്യൽ മീഡിയ വലിയ തോതിൽ ആഘോഷിച്ചു. നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ ഇപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കാണാം. ഇപ്പോൾ വീണ്ടും ഈ ജോണിത ബിൻസി ആണെന്ന് സംശയിക്കുന്ന സ്ത്രീക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്ന ചിത്രം വന്നു. അപ്പോൾ ഏതായാലും ഇത് വലിയ ദുരൂഹമാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ എന്ന് ഇപ്പോൾ CRPF തന്നെ പരാതിപ്പെട്ടിരിക്കുന്നു. അവർ ഈ സമീപകാലത്ത് നടത്തിയ 6 യാത്രകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 6 വിദേശയാത്രകൾ. ഇറ്റലിക്ക് പോയി ഡിസംബർ 30, 2024, കഴിഞ്ഞ വർഷം ഡിസംബർ 30. അത് കഴിഞ്ഞ് അത് വീണ്ടും ജൂൺ 9, 2025 പോയി. 2 ഇറ്റലി യാത്രകളും CRPFനെ കേന്ദ്രത്തിനെ അറിയിച്ചില്ല. വിയറ്റ്നാമിൽ മാർച്ച് 12 മുതൽ 17 വരെ പോയി. കേന്ദ്ര സർക്കാരിനെയും CRPFനെയും അറിയിച്ചില്ല. ദുബായിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ പോയി, അറിയിച്ചില്ല. ദോഹ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൂൺ 11 മുതൽ 18 വരെ പോയി, ആരെയും അറിയിച്ചില്ല. കേന്ദ്രത്തിനെ അറിയിച്ചില്ല, സെക്യൂരിറ്റി ഏജൻസിയെ അറിയിച്ചില്ല. ലണ്ടനിൽ ജൂൺ 25 മുതൽ ജൂലൈ 6 വരെ പോയി, 25 മുതൽ ജൂലൈ 6 വരെ, 2 ആഴ്ച, അറിയിച്ചില്ല. ഇപ്പോൾ പോയിരിക്കുന്ന മലേഷ്യയിൽ സെപ്റ്റംബർ 4 മുതൽ 8 വരെ പോയി, അറിയിച്ചില്ല. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സർക്കാരിനെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സെക്യൂരിറ്റി ടീമിനെയും? അപ്പോൾ ASL ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഒരു 10-12 CRPF കമാൻഡോകൾ രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അടങ്ങുന്ന ബാഗും പിടിച്ച് യന്ത്രത്തോക്കുകളുമായി, പിന്നെ പോലീസ് സംവിധാനം വേറെ, അങ്ങനെ അതീവ സുരക്ഷ. ASL സുരക്ഷ ഉള്ളത് ഒന്ന് അമിത്ഷായ്ക്ക്, പിന്നെയുള്ളത് പിന്നെ മോഹൻ ഭാഗവതന്, പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 3 പേർക്കേ ഉള്ളെന്ന് തോന്നുന്നു ASL സുരക്ഷ. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷയുള്ള രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ 15 ദിവസം മുമ്പ് അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ പാലിക്കാതെ പെട്ടെന്ന് മുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പോക്കിനകത്ത് വലിയ ദുരൂഹതകളുണ്ട്. കേന്ദ്ര സർക്കാർ അറിയണ്ട, സുരക്ഷാ ഏജൻസികൾ അറിയണ്ട. അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. എല്ലായ്പ്പോഴും അങ്ങനെ. US പോയപ്പോൾ അങ്ങനെയാണ്, ഇറ്റലി പോയപ്പോൾ അങ്ങനെയാണ്, ബാങ്കോക്കിൽ പോയപ്പോൾ അങ്ങനെയാണ്, വിയറ്റ്നാമിൽ പോയപ്പോൾ അങ്ങനെയാണ്, ബഹ്റൈനിൽ പോയപ്പോൾ അങ്ങനെയാണ്. ബഹ്റൈൻ കൊണ്ടുപോകത്തില്ല അല്ലേ? ആരെയും കൊണ്ടുപോകത്തില്ല, ഒറ്റയ്ക്ക് പോവാണ്. അതാ പറഞ്ഞത്, ഇയാൾ വണ്ടി ഓടിച്ച് സ്കൂട്ടർ ഓടിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും ഒരു കാറും കൊണ്ടിടിച്ച് ഇയാളെ തട്ടി എന്ത് ചെയ്യും? അപ്പോൾ പറയും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ നരേന്ദ്രമോദി ആളെ വിട്ട് കൊല്ലിച്ചതാണെന്ന് പറയും. എങ്ങനെയുണ്ട്? ഇതൊരു പരിക്ക് പറ്റിയാൽ എവിടെയെങ്കിലും ഈ സ്കൂട്ടർ ഓടിക്കുമ്പം ഈ 2 അടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ സ്കിഡ് ചെയ്ത് വീണ് കൈയും കാലും ഒടിഞ്ഞാലും പറയാലോ, എന്നെ മലേഷ്യയിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു, ആരാണെന്ന് കണ്ടില്ല, അത് മോദിയാണ്, മോദിയുടെ കറുത്ത കരുകളാണ്, ഫാസിസ്റ്റ് സർക്കാർ എന്തും ചെയ്യും പറയാലോ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നമ്മൾ ഈ രാഹുൽ ഗാന്ധി 2019 ബാങ്കോക്കിൽ പോയി. ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് നടുക്കാണ്. ഈ 2023 US പോയി.
PSC പോയപ്പോഴത്തേക്ക് വിവാദമുണ്ടായി. സുനിത വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവർക്കൊരു സംഘടനയുണ്ട്, ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഹിന്ദുക്കൾ എന്നാണ് ഈ സംഘടനയുടെ പേര്. നമ്മളവർക്ക് ഹിന്ദു സംഘടനയാണ്, മുസ്ലിം സംഘടനയാണ്. അതായത് ഹിന്ദുക്കൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നു. ആരുടെ? മുസ്ലിമുകളുടെ. ഇന്ത്യയിലെ ഹിന്ദു ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ശരിയായ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘടന ആണ് ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. പേര് കേട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതിലെ സുനിത വിശ്വനാഥുമായി കണ്ടത് വലിയ വിവാദമായിരുന്നു. അതൊരു ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. ഏപ്രിൽ 2022 കോൺഗ്രസിൽ ഒരു വലിയ വിവാദമുണ്ട്. പ്രശാന്ത് കിഷോർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ അല്ലേ, പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു കാലുഷ്യം നിൽക്കുമ്പോൾ നിന്നതിപ്പിൽ അതിൽ തീരുമാനം പറയാതെ ഏപ്രിൽ മാസത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഒറ്റ പോക്ക് വിദേശത്തേക്ക്. അപ്പോഴെന്ത് പറ്റി? 10 ദിവസത്തേക്ക് രാഹുൽ ഗാന്ധി കാണാതെ. അപ്പോൾ പ്രശാന്ത് കിഷോർ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ കോൺഗ്രസിൽ ചേരാതെ അയാൾ ഇടവഴിക്ക് പോയി. ഇനി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുക 2021 ഡിസംബർ. 5 തോറ്റു. തോറ്റുടനെ ദുഃഖം ഒഴുക്കിക്കളയാൻ വേണ്ടി അപ്പോഴേ പുള്ളി 2020 ഡിസംബറിൽ വിദേശത്തേക്ക് പോയി. ഇറ്റലിക്കാണ് പോയത്. എനിക്കൊക്കെ ഇറ്റലിയിലായിരിക്കെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് കാമ്പയിൻ ചെയ്യണ്ടേ? രാഹുൽ ഗാന്ധി പോകണമല്ലോ. ഇയാളൊന്നും ചെയ്യാതെ ഒറ്റ പോക്ക് ഇറ്റലിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? പഞ്ചാബിലെ കോൺഗ്രസ്സിന് പല തെരഞ്ഞെടുപ്പ് റാലികളും മാറ്റിവെക്കേണ്ടി വന്നു. ഒടുവിൽ അവിടെ പഞ്ചാബിൽ കോൺഗ്രസ് ആമ്പെ തോറ്റ് തൊപ്പിയിട്ടു. ഇനി സെപ്റ്റംബർ 2021 ഇയാൾ വീണ്ടും വിദേശത്ത് പോയി. ആ സമയത്താണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചത്. ആ സമയത്ത് തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിയില്ല. അപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വിദേശത്തല്ല, ഷിംലയിൽ പോയി ആഘോഷത്തിലായിരുന്നു, കുടുംബസഹിതം ആഘോഷത്തിൽ. ആ സമയത്താണ് അമരീന്ദർ ബൈ പറഞ്ഞ് പോയത്. ഇനി 2020 ഡിസംബർ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ 136ാം ജന്മദിനം. ആ ജന്മദിന ആഘോഷങ്ങൾ കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചു. ഒക്കെ തീരുമാനിച്ച് ആലോചനയായിട്ടിരിക്കുമ്പോൾ ഒറ്റ പോക്ക് നേരെ ഇറ്റലിക്ക് പോയി. ഒന്നും മിണ്ടാതെ. അങ്ങനെ ഈ മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ഒക്ടോബർ 2019 നടക്കുന്നു. തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് ആശ നേരെ ഒറ്റ പോക്ക് ബാങ്കോക്കിലേക്ക് പോയി. പിന്നെയോ 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കണം ആണല്ലോ. പുള്ളി കാത്തൊന്നുമില്ല, പുള്ളി നേരെ ലണ്ടനിൽ വിശ്രമിക്കാൻ പോയി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ മലേഷ്യൻ ട്രിപ്പ് നടക്കുമ്പോൾ, ബീഹാറിലെ യാത്ര കഴിഞ്ഞ് മലേഷ്യൻ ട്രിപ്പിന് പോകുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ആസാം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വലിയ പ്രളയമായിരുന്നു അല്ലേ? അതെ. പ്രതിപക്ഷ നേതാവ് തിരിഞ്ഞു പോലും നോക്കിയില്ല. അയാൾ നേരെ എൻജിൻ സർവീസിന് മലേഷ്യക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ ശരീരം നോക്കണ്ടേ? അതെ. അപ്പോൾ അതിന് പോയി. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ, പാർട്ട് ടൈം പൊളിറ്റീഷ്യനാണ്. എനിക്ക് ഇടയ്ക്ക് വിശ്രമിക്കണം. ഞാൻ നമ്മളങ്ങനെയാണല്ലോ, 6 ദിവസം പണിയെടുത്താൽ 7ാമത്തെ ദിവസം വിശ്രമം എന്നൊക്കെ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പാർട്ട് ടൈം പ്രൊഫഷനായിട്ട് പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ സൗകര്യം, കോൺഗ്രസിൻ്റെ സൗകര്യം. പക്ഷേ ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇയാളെ കൊണ്ട് വശം കെട്ടിട്ട് CRPF തീരുമാനിക്കുക, പണ്ടാരം പുല്ലിന് ഇനി നമ്മൾ എന്താണ് CRPF സുരക്ഷ കൊടുക്കുന്നില്ല. കാരണം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, പുള്ളി ആരെയും അറിയിക്കാതെ പൊക്കളയും. അതുകൊണ്ട് ഇനി ഞങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചാലോ, രാഹുൽ ഗാന്ധിയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഫാസിസ്റ്റ് മോദിയുടെ ഗൂഢശ്രമം. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മനുഷ്യൻ ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികളെ നിരന്തരം അപമാനിക്കുന്നു, നിരന്തരം പരാജയപ്പെടുത്തുന്നു. രാജ്യത്തെ ഒരു നിയമവും തനിക്ക് ബാധകമല്ല. VVIP ആയി കഴിഞ്ഞാൽ ബുക്ക് അനുസരിച്ചുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ ഒരു VVIP ബാധ്യസ്ഥനാണ്. ഇപ്പം പ്രധാനമന്ത്രിക്ക് പോലും ചില സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി പറയും അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകത്തില്ല. അതാണ് നിയമം, പ്രോട്ടോക്കോൾ പാലിച്ചേ പറ്റത്തുള്ളൂ. രാഹുൽ ഗാന്ധി തനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു നടക്കുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കറിയാം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ താൻ ജയിക്കാൻ പോകുന്നില്ല. 2 മാർഗ്ഗങ്ങളിലുള്ള അധികാരത്തിൽ വരാൻ. ഒന്ന്, ഈ പുള്ളി സ്വപ്നം കാണുക, മലർപ്പടിക്കാരൻ്റെ സ്വപ്നം പോലെ ബംഗ്ലാദേശ് പോലെ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് തെരഞ്ഞെടുപ്പൊന്നുമില്ലാതെ എല്ലാവരും കൂടെ നിർദ്ദേശിക്കും. ഇപ്പം ഈ സുശീല കാർക്കെ ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ പേര് പറയും മുഹമ്മദ് യൂനിസ് ആണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്നതല്ല. ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഇന്ത്യകളെ ആക്കാൻ, അവരങ്ങ് കയറിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ വലിയൊരു കലാപമൊക്കെ ഉണ്ടാക്കി മോദി രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഉടനെ എല്ലാവരും പറയും അന്നാ പിന്നെ രാഹുൽ ആവട്ടെ, തെരഞ്ഞെടുപ്പിൽ നിൽക്കണ്ട അല്ലേ, ഭൂരിപക്ഷം വേണ്ട, വെറുതെ കസേരയിൽ കയറിയിരിക്കാമെന്ന് ഈ മഹാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ
പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വീണ് കൈയും കാലും ഒടിഞ്ഞിട്ട് അയ്യോ എന്നെ മോദി തല്ലിയേ, മോദി ആളെ വിട്ടടിച്ചേ, അജ്ഞാതനെ വിട്ടടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു രക്തസാക്ഷി പരിവേഷമുണ്ടാക്കി അങ്ങനെ ഒരു വിജയത്തിന് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ ഏജൻസികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. ജോനിത വിൻസിയെ കാണണമെങ്കിൽ, നോയക് വിൻസിയെ കാണണമെങ്കിൽ, മിനാക് വിൻസിയെ കാണണമെങ്കിൽ, മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെങ്കിൽ, ഭാര്യയ്ക്കൊരു മുത്തം കൊടുക്കണമെങ്കിൽ പറഞ്ഞിട്ട് പോ മനുഷ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.